ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഫീച്ചറായ അവതാർ ക്രിയേഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അത് നമുക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് ആഡ് ചെയ്യാം, അതേപോലെ എങ്ങനെ സ്റ്റിക്കറുകളാക്കാം തുടങ്ങിയതൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വാട്സപ്പിൽ നിങ്ങൾക്ക് പുതിയ ഫീച്ചറുകൾ ലഭിക്കണമെങ്കിൽ അടുത്തൊന്നും നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. എങ്കിലേ ആ പുതിയ ഫീച്ചറുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇനി ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ പ്രസ് ചെയ്യുക. അപ്പോൾ വന്നിരിക്കുന്ന ബോക്സിൽ ഏറ്റവും താഴെയായി കാണുന്ന സെറ്റിംഗ്സിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ അക്കൗണ്ടിന് നേരെ താഴെയായിട്ട് അവതാർ എന്ന ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടും ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നില്ലെങ്കിൽ ഒട്ടും കൺഫ്യൂഷൻ ആകണ്ട. വൈകാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ ലഭിക്കുന്നതാണ്. ഇനി ആ ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ വന്നിരിക്കുന്ന പേജിൽ ക്രിയേറ്റ് യുവർ അവതാർ എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി വന്നിരിക്കുന്ന സ്ക്രീനിൽ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ആ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് താഴെ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ചൂസ് എ സ്കിൻ ടോൺ ഫോർ യുവർ അവതാർ എന്ന് കാണിക്കും. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അവതാറിന്റെ നിറം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ നിറത്തിന് സാമ്യമുള്ളത് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ എനിക്ക് സാമ്യമുള്ളതല്ല ചെയ്ത് കാണിക്കാൻ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്കിന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നെക്സ്റ്റ് എന്ന ബട്ടൺ എനേബിൾ ആകും. അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ആ സ്കിൻ ടോണിൽ ഒരു രൂപം വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ താഴെ തന്നെ കുറെ ഓപ്ഷനുകളുണ്ട്. അതിൽ ആദ്യം തന്നെ ഹെയർ സ്റ്റൈലാണ് എനേബിൾ ആയി കിടക്കുന്നത്. ഇപ്പൊ ഇവിടെ താഴെ കുറെ ഹെയർ സ്റ്റൈലുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഹെയർ സ്റ്റൈല് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഒരു ഹെയർ സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ആ രൂപത്തിൽ അത് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അത് മാറ്റി നോക്കാം. അപ്പൊ അത് കണ്ടില്ലേ, നമ്മൾ സെലക്ട് ചെയ്യും തോറും അതിങ്ങനെ മാറുന്നതാണ്. അപ്പൊ ഞാൻ അവസാനമായിട്ട് ഒരെണ്ണം ഉറപ്പിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഒരു ഓപ്ഷനിലേക്ക് പോകാം. അടുത്തതായിട്ട് ആ ഹെയർ സ്റ്റൈൽ എന്ന് കാണുന്നതിന്റെ തൊട്ടടുത്തതായിട്ട് ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, അത് ഹെയർ സ്റ്റൈലിന്റെ നിറം കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അപ്പൊ അതിലൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഞാൻ അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഹെയർ സ്റ്റൈലിന്റെ നിറം മാറിയതായിട്ട് കാണാം. ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. അടുത്തത് ഡ്രസ്സിന്റെ ഓപ്ഷൻ ആണ്. അതിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കുറേ തരം ഡ്രസ്സുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഏതാണോ താല്പര്യം അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇപ്പൊ ആ രൂപം ഇങ്ങനെ ആയി കഴിഞ്ഞു. അപ്പൊ ഇതാണ് ഞാൻ അവസാനമായി സെലക്ട് ചെയ്തത്. ഇനി അടുത്തത് ബോഡി എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കുറേ ബോഡി ഷേപ്പുകൾ നമുക്ക് കാണാം, മെലിഞ്ഞതും തടിച്ചതും ഒക്കെ ആയിട്ട്. അപ്പൊ അതിൽ നമുക്ക് ഏതാണോ താല്പര്യം അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഐ ഷേപ്പാണ്. അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പലതരത്തിൽ ഷേപ്പുള്ള കണ്ണുകൾ കാണാം. അപ്പൊ അതിൽ നമുക്ക് ഏതാണോ താല്പര്യം അത് സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് ഐ കളറാണ്. അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കളറുകൾ വരും. അതിൽ ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് ഐ മേക്കപ്പ് ആണ്. അതും നിങ്ങൾക്ക് താല്പര്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഐബ്രോസ് ആണ്. അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ധാരാളം പുരികങ്ങൾ വരും. അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് പുരികത്തിന്റെ കളറാണ്. അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കുറെ കളറുകൾ വരും. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് സെലക്ട് ചെയ്യുക. അങ്ങനെ ഇവിടെ കുറെ ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ കാണിക്കാം. അടുത്തത് നോസ് ആണ്. അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പലതരത്തിൽപ്പെട്ട മൂക്കുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ താല്പര്യമുള്ളത് സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് മൗത്ത് ആണ്. അപ്പൊ അതിവിടെ കുറെ ഉണ്ട്. അതിലൊരെണ്ണം സെലക്ട് ചെയ്യുക. അടുത്തത് ലിപ് കളർ ആണ്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നിറം സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ചുണ്ടിന് നിറം കൊടുക്കാം. അടുത്തത് ഫേസ് ഷേപ്പ് ആണ്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നീളത്തിലുള്ളതും ഉരുണ്ടതും ഒക്കെ ആയ പലതരത്തിൽപ്പെട്ട മുഖങ്ങൾ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ നിങ്ങൾക്ക് സാമ്യമുള്ളത് നിങ്ങൾ അതിലൊരെണ്ണം സെലക്ട് ചെയ്യുക. അടുത്തത് ഫേഷ്യൽ ഹെയർ ആണ്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പലതരത്തിൽപ്പെട്ട താടിയും മീശയുള്ള രൂപങ്ങൾ കാണാം. അതിലൊരെണ്ണം സെലക്ട് ചെയ്യുക. അടുത്തത് ഫേഷ്യൽ ഹെയർ കളറാണ്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തുകൊണ്ട് താടിക്കും മീശയ്ക്കും നമുക്ക് നിറം കൊടുക്കാവുന്നതാണ്.
ഇനി അടുത്തത് ഐ വിയർ ആണ്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രൂപത്തിന് കണ്ണട കൊടുക്കാവുന്നതാണ്. അപ്പൊ അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഞാനത് ഇവിടെ സെലക്ട് ചെയ്യുന്നില്ല. ഇനി ഹെഡ് വിയറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു തൊപ്പി കൊടുക്കാവുന്നതാണ്. ഞാനത് ഇവിടെ സെലക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഏകദേശം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ ഡൺ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ വന്നിരിക്കുന്ന ബോക്സിൽ താഴെയായിട്ട് സേവ് ചേഞ്ചസ് എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അവതാർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ക്രിയേറ്റ് പ്രൊഫൈൽ ഫോട്ടോ എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഇമോഷൻസ് ഉള്ള മുഖങ്ങൾ കാണാം. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ രൂപത്തിന്റെ തന്നെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇമോഷൻസ് ആണോ കൊടുക്കേണ്ടത് അതിലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ താഴെ കാണുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും പ്രസ് ചെയ്ത് കളർ മാറ്റി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ആ റൈറ്റ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്ത അവതാറിനെ എന്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി ഇവിടെ ബ്രൗസ് സ്റ്റിക്കേഴ്സ് എന്ന് കാണുന്നില്ലേ, അതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അവതാറിന്റെ കുറേ സ്റ്റിക്കേഴ്സ് ഇവിടെ കാണാം. അതിൽ ഏതെങ്കിലും ഒന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ആ ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്താൽ നമുക്കത് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ പറയാം. ഇവിടെ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ ഇങ്ങനെയൊരു സിമ്പിൾ കാണുന്നുണ്ടല്ലോ, അതിലൊന്ന് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ അതുപോലെ ഓപ്പൺ ആകും. അപ്പം നമ്മുടെ മുഖം തന്നെ നമുക്കിവിടെ കാണാം. അങ്ങനെ നമ്മുടെ ഹെയർ സ്റ്റൈല്, അതുപോലെ മൂക്ക്, മൗത്ത്, അതുപോലെ ഫേസിന്റെ ഷേപ്പ് ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ മുഖം നോക്കി തന്നെ ഇവിടെ താഴെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് എന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുഖം നമുക്ക് എങ്ങനെയാണെന്ന് നേരിട്ട് നോക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത് വെറുതെ ഒരു കാർട്ടൂൺ പോലെ ചെയ്ത് കാണിച്ചതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇടതുഭാഗത്തായി കാണുന്ന ആ കാർട്ടൂൺ ഞാൻ എൻ്റെ മുഖത്തിൻ്റെ സാമ്യതയുള്ളത് ചെയ്യാൻ ശ്രമിച്ചതാണ്. അത് സ്പീഡിൽ ചെയ്തതുകൊണ്ടാണ് ഇതിപ്പോൾ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മുഖത്തിൻ്റെ ഷേപ്പ് ഇതേപോലെ നോക്കി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം സാമ്യമുള്ളത് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അവതാർ ക്രിയേഷനെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ തന്നെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. അതിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആകും. അതിൽ താഴെ കാണുന്ന ഡിലീറ്റ് എന്നതിൽ പ്രസ് ചെയ്താൽ ആ അവതാർ ക്രിയേഷൻ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവുന്നതാണ്. എന്നിട്ട് നമുക്ക് വേറെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഈ അവതാർ ക്രിയേഷൻ തന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി അത് ഗാലറിയിൽ സേവായി കിടക്കുമല്ലോ, ഇനി നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് പ്രൊഫൈൽ പിക്ചറിലേക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾ പ്രൊഫൈൽ പിക്ചറായി ആഡ് ചെയ്തിരിക്കുന്ന, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അവതാർ ക്രിയേഷൻ്റെ ആ ഒരു ഇമോഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ക്യാമറ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ താഴെ ക്യാമറ, ഗാലറി കൂടാതെ അവതാർ എന്നൊരു ഓപ്ഷൻ കൂടി കാണാം. അതിലൊന്ന് നിങ്ങളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റുള്ള ഇമോഷനുകൾ ഇവിടെ കാണാം. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതേപോലെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ആ റൈറ്റ് ബട്ടണിൽ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതായിരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ, ബൈ.